അണ്ണാ സർവകലാശാലയിൽ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച മദ്രാസ് വനിതാ കോടതി 30 വർഷം കഴിയാതെ പ്രതിയെ പുറത്തുവിടരുതെന്നാണ് ഉത്തരവ്. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ചേരുകയാണ് ചെന്നൈയിൽ നിന്ന്. റഹീസ്, ഇതിൽ ജ്ഞാനശേഖരനെ 3 പതിറ്റാണ്ട് കഴിയാതെ പുറത്തിറക്കരുതെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ഒപ്പം തന്നെ ജയിലിൽ യാതൊരു വിധമായ പരിഗണനയും കൊടുക്കരുതെന്ന നിർദ്ദേശം കൂടി കോടതി നൽകിയിട്ടുണ്ടല്ലോ. വിധിയുടെ വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, ഏറെ കോളിളക്കം ഉണ്ടാക്കിയ തമിഴ്നാടിനാകെ നാണക്കേടായി മാറിയ അണ്ണാ സർവകലാശാല ബലാത്സംഗ കേസിൽ പ്രതി ജ്ഞാനശേഖരന് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. ചെന്നൈ മഹിളാ കോടതി ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഏറ്റവും കുറഞ്ഞത് 30 വർഷം പ്രതിയെ ജയിലിൽ നിന്ന് പുറത്തുവിടരുത് എന്ന പ്രത്യേക നിർദ്ദേശം കൂടി നൽകിയിട്ടാണ് കോടതി ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് 11 വകുപ്പുകളിൽ ആണ് പ്രതിക്കെതിരെ ഉണ്ടായിരുന്നത്. അത് ആ വകുപ്പുകളെല്ലാം, ആ കുറ്റങ്ങളെല്ലാം തെളിയുകയും ചെയ്തതാണ്. അപ്പോൾ അതിനുശേഷം ആകെ ശിക്ഷ 34 വർഷവും 3 മാസവുമായിട്ടാണ് വന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഇത്തരത്തിൽ ശിക്ഷ ലഭിക്കുന്നവർ നേരത്തെ തന്നെ പലതരത്തിൽ ജാമ്യം ലഭിക്കുകയും ഇളവുകൾ ലഭിക്കുകയും ഒക്കെ ചെയ്ത് അതിന്റെ പകുതി സമയം പോലും ജയിലിൽ കിടക്കാതെ പുറത്തിറങ്ങുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെയും ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് കോടതി 30 വർഷം കഴിയാതെ പ്രതിയെ പുറത്തിറക്കരുത് എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള ഒരു സൗകര്യങ്ങളും ജയിലിൽ അദ്ദേഹത്തിന് പ്രത്യേകമായി ചെയ്തു നൽകരുത് എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ പ്രതിക്ക് രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് എന്നുള്ളൊരു ആരോപണമൊക്കെ ശക്തമായിരിക്കെ കൂടിയാണ് കോടതിയുടെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് പ്രതീക്ഷിക്കപ്പെട്ട ഒരു വിധിയാണ്. അത്തരത്തിലാണ് സർക്കാരും ഇതിനെ കാണുന്നത്. തങ്ങളുടെ നേട്ടമായി സർക്കാർ ഇതിനെ കോട്ട് ചെയ്ത് പറയുമ്പോഴും ഇപ്പോൾ തന്നെ പ്രതിപക്ഷ പാർട്ടികളൊക്കെയും ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ ഒരു പ്രതി കൂടി ഉണ്ടായിരുന്നു എന്ന പെൺകുട്ടി ഒരു ഘട്ടത്തിൽ മൊഴി നൽകിയിരുന്നു. അതിനെപ്പറ്റി അന്വേഷിക്കാൻ പോലീസ് തയ്യാറായില്ല എന്നുള്ള വിമർശനം വീണ്ടും ഉയർന്നു വരികയാണ്. എന്നിരുന്നാലും ഇപ്പോൾ എന്തായാലും ഈ കേസിൽ ലഭിച്ച ഒരു വിധി തങ്ങൾക്ക് ആശ്വാസമാണ് എന്നുള്ള രീതിയിൽ സർക്കാരും അതിനെ കാണുന്നുണ്ട്. ഇത്തരത്തിൽ പ്രതിക്ക് എന്തായാലും 30 വർഷം കഴിയാതെ പുറത്തിറങ്ങാൻ യാതൊരു തരത്തിലും കഴിയുകയില്ല. ക്രിസ്റ്റീന, ശരി. ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് മുഹമ്മദ് റഹീസാണ്.